Hello dear students, welcome back to Rethink with PBH. നമ്മൾ ഈ ഒരു ചാനലിലെ പല ക്ലാസ്സുകളിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഡിഫറെന്റ് സീരീസുകളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ +1 +2 ഇപ്പോൾ കറന്റ്ലി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് ആ ടോപ്പിക് അവർ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ക്ലാസ്സിൽ എടുക്കുവാണ്. അതിലെ വെക്ടർ എന്ന് പറഞ്ഞ ഐഡിയ ടീച്ചർ ക്ലാസ് വിശദീകരിക്കുവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വെക്ടർ ഓപ്പറേഷൻസ് ഒക്കെ കേൾക്കുന്നത്, വെക്ടർ അഡിഷൻ, സബ്ട്രാക്ഷൻ, പാരലോഗ്രാം ലോ. അപ്പൊ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു സാധനം പഠിക്കാൻ നമുക്ക് കുറേ സമയം എടുക്കുന്നുണ്ടാവും. +1 എല്ലാ ചാപ്റ്ററുകളിലും +2 എല്ലാ ചാപ്റ്ററുകളിലും ഈ പ്രശ്നം വരും. നമ്മൾ ആദ്യമായിട്ടായിരിക്കും പല ടോപ്പിക്കുകളും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ടീച്ചറിന് ക്ലാസ്സിൽ ആ തിയറി വിശദീകരിച്ച് മനസ്സിലാക്കാൻ തന്നെ കുറേ സമയം എടുക്കും. ഇപ്പൊ ഒരു അലോട്ടഡ് ഹവർ ഉണ്ടാവുമല്ലോ ഒരു ചാപ്റ്ററിന്, അതിൻ്റെ ഉള്ളിൽ തിയറി തന്നെ ആയിരിക്കും കാര്യമായിട്ട് പറഞ്ഞ് തീരുക. അപ്പം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ടോപ്പിക്കിന്റെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് കാര്യം മനസ്സിലായി, പക്ഷെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. അത് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പോലും അത്രയും സമയം നമുക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അതായത് അത്രയും സമയം എടുത്താൽ പിന്നെ മറ്റു ടോപ്പിക്കുകളൊന്നും എടുത്ത് തീരൂല. അപ്പൊ അതിന്റെ ഒരു ഓൺലൈൻ സപ്പോർട്ട് എന്നുള്ള നിലക്കാണ് നമ്മുടെ റീതിങ്ക് വിത്ത് PBH എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഞാൻ ബിയോണ്ട് ദ ലെക്ചർ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നത്. അപ്പൊ ഈ സീരീസിന്റെ പേര് അതാണ്, ബിയോണ്ട് ദ ലെക്ചേഴ്സ്. ഈ ബിയോണ്ട് ദ ലെക്ചേഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്ലാസ് റൂമിൽ ഇപ്പോൾ ടീച്ചർ നിങ്ങളെ മോഷൻ ഇൻ എ പ്ലെയിൻ പഠിപ്പിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, ബോർഡ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ചിലപ്പം ചില സ്കൂളുകളിലൊക്കെ അല്പം എൻട്രൻസ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് ആ ടോപ്പിക്കിൽ നിന്ന് മാത്രം കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പഠനത്തിന്റെ ഇടവേളകളിൽ, അതുപോലെ തന്നെ രാത്രികളിൽ ചില സമയമൊക്കെ മാറ്റി വെച്ച് ഈ സീരീസ് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് +1 ഇങ്ങനെ ഇതിന്റെ കൂടെ പോരാം, +2 പിന്നെ ക്രാഷിനെല്ലാം പോയി ആ 2 വർഷം നല്ലൊരു ഓർഡറോട് കൂടി എൻട്രൻസ് പരീക്ഷകൾ അഭിമുഖീകരിക്കാം. ഈ സീരീസ് ബോർഡ് പരീക്ഷയ്ക്കും നമ്മുടെ മാർക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മൾ ഇത് ഇന്ന പരീക്ഷയ്ക്കുള്ള ചോദ്യം, അല്ലെങ്കിൽ നീറ്റിനുള്ള കോച്ചിങ്, അങ്ങനെ JEE-ക്കുള്ള കുറെ ക്വസ്റ്റ്യൻസ്, അങ്ങനെയല്ല. അതിലപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക് നന്നായി മനസ്സിലാക്കാൻ വേണ്ട ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. കുറെ ഇൻഡ്യൂട്ടീവ് ആയ ലോജിക്കുകളൊക്കെ ഉള്ള ചോദ്യങ്ങൾ, വലിയ JEE അഡ്വാൻസിന്റെ കട്ടിയുള്ള ചോദ്യമൊന്നുമല്ല. അത് നമ്മൾ വേറെ സീരീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ അവർക്ക് ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാത്ത ചോദ്യങ്ങൾ ഞാനിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് പഠിപ്പിക്കുമ്പോൾ എന്നോട് പല വർഷങ്ങളിൽ കുട്ടികൾ ഡൗട്ട് ചോദിക്കാതെ പറഞ്ഞ എന്താ, ആ കുട്ടിക്ക് അത് ചെയ്യാൻ കിട്ടിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ മാത്രം ക്രോഡീകരിച്ച് ചില സീരീസുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ 8, 9, 10th കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ ഫൗണ്ടേഷൻസ്, അവർക്ക് സയൻസ് പിന്നീട് +1 +2 എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയ ഫൗണ്ടേഷൻസ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള സീരീസുകൾ നമ്മൾ ഈ ചാനലിൽ പ്ലാൻ ചെയ്യുന്നു. ഈ ഒരു സീരീസിന്റെ പേര് ബിയോണ്ട് ദ ലെക്ചർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വെക്ടർ ഓൾജിബ്രയാണ്. എല്ലാ ചാപ്റ്ററുകളും +1 +2 നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇന്ന് മോഷൻ ഇൻ എ പ്ലെയിനിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ആ ടോപ്പിക്കാണ് വെക്ടർ ഓൾജിബ്ര. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെക്ടർ പറഞ്ഞ എന്താണ്, വെക്ടറിന്റെ ഇക്വേഷൻസ് എന്താണ്, അതുപോലെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനും ഡിറക്ഷൻ കാണാനുള്ള ഇക്വേഷൻസ് എന്താണ്, ഇതൊക്കെ നമുക്ക് ജനറലി അറിഞ്ഞിരിക്കണം. ഞാൻ ആ തിയറി ഇതിൽ വിശദീകരിക്കുകയല്ല. ചാപ്റ്ററുകൾ ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും റെക്കോർഡഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഞാൻ അതിലൊക്കെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചൊക്കെ ആവശ്യമുള്ള ചാപ്റ്ററുകളൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടാവില്ല. ഓരോ ചോദ്യം 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം ഇത് കഴിയുന്നതോടുകൂടി വെക്ടറിനെ കുറിച്ചൊരു ധാരണ കിട്ടും. ഓൾറെഡി സ്കൂളിൽ ആ തിയറി പഠിപ്പിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൽ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. ഫസ്റ്റ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറഞ്ഞത്. അപ്പൊ എ ബേർഡ് ഗോസ് ഫ്രം എ പോയിന്റ് 234 ടു പോയിന്റ് -6 4 -8 ഇൻ സ്പേസ്. ഒരു ബേർഡ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മളുടെ കൺഫ്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ, എന്താണ് ഈ 234ഉം എന്താണ് ഈ -6 4 -8ഉം? ഞാൻ പറയാം. അതായത് നമ്മൾ സ്പേസിൽ പൊസിഷൻ പറയില്ലേ എപ്പോഴും? എന്താ പൊസിഷൻ പറഞ്ഞാൽ X കോർഡിനേറ്റും Y കോർഡിനേറ്റും Z കോർഡിനേറ്റും ഉപയോഗിച്ച് അയാൾ എവിടെയാന്ന് പറയാ അല്ലെ. ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം എടുത്തു വെക്കും. അവിടുന്ന് Xൽ എത്ര ദൂരത്താണ്, Yൽ എത്ര ദൂരത്താണ്, Zൽ എത്ര ദൂരത്താണ്, അതിനാണല്ലോ നമ്മൾ എന്ത് പറയുക, പൊസിഷൻ എന്ന് പറയുക. അപ്പൊ ഈ തന്നിരിക്കുന്നത് പൊസിഷനാണ്, ഈ തന്നിരിക്കുന്നതും പൊസിഷനാണ്. മനസ്സിലായോ? അപ്പം X1 Y1 Z1 ആ തന്നിരിക്കുന്നത്, X2 Y2 Z2 ആ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്പേസിൽ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ
ഒരു പോയിന്റ് x1 y1 z1, മറ്റേ പോയിന്റ് x2 y2 z2. എന്നിട്ട് ഇവർക്ക് അറിയേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണ്. എന്താ വെക്ടറിന്റെ ജനറൽ ഇക്വേഷൻ? ഒരു വെക്ടർ ജനറലി റെപ്രസെന്റ് ചെയ്യാറ് ax i ക്യാപ്പ് ay j ക്യാപ്പ് az k ക്യാപ്പ് ഇങ്ങനെയാണല്ലോ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെക്ടർ എസ് എന്ന് കൊടുക്കാം. അതിന് വെക്ടർ എസ് അല്ലേ? ആരാ വെക്ടർ എസിലെ എക്സ്? ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ് കമ്പോണന്റ്. അതെന്താ? അത് x2 മൈനസ് x1 ആയിരിക്കും. x2 മൈനസ് x1 എക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്ര? x2 മൈനസ് x1 -6 -2 ദാറ്റ് ഈസ് -8 അല്ലേ? ആരാ y2 മൈനസ് y1? y2 4 ആണ്. ഇവിടെ നിങ്ങട്ട് അയാൾ പോയേ. അപ്പൊ 4ൽ നിന്ന് 3 കുറക്കുക. 4ൽ നിന്ന് 3 കുറച്ച് എത്രയാ? 1 അല്ലേ? അതുപോലെ z-ലുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? -8 നിന്ന് 4 കുറക്കുക. -8 -4 z2 മൈനസ് z1 -8 -4 -12 ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓരോ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്. എക്സ് ഡയറക്ഷനിലുള്ള ആള്. എക്സ് ഡയറക്ഷനിലുള്ള ആളാരാ? -8 i ക്യാപ്പ്. ആരാ വൈ ഡയറക്ഷനിലുള്ള ആള്? 1 j ക്യാപ്പ്. ആരാ z ഡയറക്ഷനിലുള്ള ആള്? -12 k ക്യാപ്പ്. എനിക്ക് കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ലല്ലോ. -6 -2 4 -3 -8 -4 -12 കിട്ടും. ഇപ്പൊ എനിക്കൊരു വെക്ടർ കിട്ടിയില്ലേ? അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ രണ്ട് പൊസിഷൻസ് തന്നാൽ എങ്ങനെയാണ് വെക്ടർ ഫോമിലേക്ക് മാറ്റുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ക്വസ്റ്റിൽ പഠിച്ചിരിക്കുന്നത് അല്ലെ? ഒരു പൊസിഷൻ തന്നു, അടുത്ത പൊസിഷൻ തന്നു. ഞാൻ കുറച്ച് ഈ റിപ്പീറ്റേഴ്സ് ഒന്നും ഇത് കണ്ടിരിക്കരുത് കേട്ടോ. ഇപ്പൊ എന്നെ പരിചയമുള്ള റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, അവരൊന്നും ഇത് കണ്ടിരിക്കരുതേ. അവർ വെറുതെ സമയം പോവും. ഞാൻ ആ കുട്ടികൾ +1 +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു കോൺസെപ്റ്റ് ലെവൽ കൂട്ടാനും അവർക്ക് ഒന്നുകൂടി വിശദീകരിച്ച് കൊടുക്കാനും ഒക്കെയാണ് ഈ സീരീസ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഇടയിൽ പറഞ്ഞത്. -8 i ക്യാപ്പ് 1 j ക്യാപ്പ് -12 k ക്യാപ്പ്. കൊള്ളാലോ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടി. ഇനി എങ്ങനെയാടാ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക മക്കളെ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഇവിടെ അതാരാ? റൂട്ട് ഓഫ് 8 സ്ക്വയർ 1 സ്ക്വയർ 12 സ്ക്വയർ. എന്താ മൈനസ് എടുക്കാഞ്ഞേ? -8ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ax മൈനസ് ആണെങ്കിലും ജസ്റ്റ് ax സ്ക്വയറിന് എടുക്കാറുള്ളൂ അല്ലെ? അപ്പൊ 64 എന്തൊക്കെയുള്ളത്? 64 1 144. കൊള്ളാലോ. അപ്പൊ 145 144 1 145 പ്ലസ് 64 അല്ലെ? 9 10 2. ഓ, ഒരു അലമ്പ് സാധനമാണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് ഇല്ല, റൂട്ടില്ല സാധനം ഇല്ല. അപ്പൊ അങ്ങനെ എഴുതി വെച്ചാൽ തീർന്ന്. 209 റൂട്ട് 209. അപ്പൊ ഓരോ ചോദ്യത്തിനും ഓരോ ഉദ്ദേശം ഉണ്ടല്ലേ? ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താ? സിമ്പിൾ. ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം രണ്ട് പൊസിഷൻസ് തന്നാൽ അത് വെക്ടർ ഫോമിലേക്ക് മാറ്റാൻ നമുക്കറിയോ? ആ കോൺസെപ്റ്റ് ഊട്ടി ഉറപ്പിക്കാനാണ് ഈ ചോദ്യം. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ ഓഫ് ഇത് ആൻഡ് ഇത്. നിങ്ങളെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് വായിക്കാട്ടോ. അതായത് ഇതൊരു വെക്ടർ ആണ്, ഇത് വേറൊരു വെക്ടർ ആണ്. രണ്ടും കൂട്ടിയാൽ ഒരു റിസൾട്ടന്റ് കിട്ടും. അതിന്റെ യൂണിറ്റ് വെക്ടർ എന്താ? അതിന് ആദ്യം പോയിട്ട് റിസൾട്ടന്റ് കണ്ടുപിടിക്കണമല്ലോ. ആരൊക്കെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കേണ്ടത്? 2i-യും i-യും ആഡ് ചെയ്ത് എത്ര കിട്ടും? 3i കിട്ടും. അതേപോലെ 3j-യും 2j-യും ആഡ് ചെയ്ത് എത്ര കിട്ടും? 5j കിട്ടും. -k പ്ലസ് -4k. അപ്പൊ -1 പ്ലസ് -4 അഥവാ -1 -4 -1 -4 എന്ന് പറഞ്ഞാല് -5k ക്യാപ്പ് കിട്ടും. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. കുന്തം വേണം, കുന്തം അല്ലെ? വെക്ടർ. അപ്പൊ വെക്ടർ r is equal to 3i plus 5j minus 5k. ക്ലിയർ ആ വിചാരിക്കുന്നു. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇനി എനിക്ക് വേണ്ടത് മോഡ് r ആണ്. അതിനാ മോഡ് r? എന്നാലേ r ക്യാപ്പ് കിട്ടൂ. എന്താ r ക്യാപ്പിന്റെ ഇക്വേഷൻ? r ക്യാപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. വെക്ടർ r ഡിവൈഡഡ് ബൈ r ആണ്. വെക്ടർ r-ന്റെ മാഗ്നിറ്റ്യൂഡിനെ വെറും r എന്ന് എഴുതാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ -5ന്റെ സ്ക്വയർ അല്ലേ? 25 25 എത്രയാ? 50 50 9 59. ഓ, അപ്പൊ റൂട്ട് 59. നമുക്ക് എല്ലാം ഒരു അലമ്പാണല്ലോ കിട്ടുന്നത് അല്ലെ? റൂട്ട് ഇല്ലാത്ത ആളാണല്ലോ 59. അത് താഴെ. മേലെ നമ്മുടെ വെക്ടർ തന്നെ 3i പ്ലസ് 5j മൈനസ് 5k. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ. ഇതാണ് നമ്മളോട് ചോദിച്ച യൂണിറ്റ് വെക്ടർ. സോ ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലേ? 3i പ്ലസ് 5j മൈനസ് 5k ബൈ, അയ്യോ ഓപ്ഷൻ എ അല്ല,
3i പ്ലസ് 5j മൈനസ് 5k ബൈ റൂട്ട് 59. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഈ ഓപ്ഷൻ കണ്ട് ഞാൻ എൻട്രൻസ് പഠിക്കുന്നില്ല, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേണ്ട, ഈ സീരീസ് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കരുത്. എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസും ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ കൊണ്ട് നമ്മൾ ഈ തിയറി ഒന്ന് അവിടെ ഉറപ്പിക്കുവാണ്, ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുവാണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും, അതുപോലെ റിസൾട്ടന്റിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് ചോദിച്ചാൽ ഞെട്ടൊന്നും വേണ്ട, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഭയങ്കര സിമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്? ഫൈൻഡ് ദ വെക്ടർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ദ വെക്ടർ. രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്, ഇതാ ഈ വെക്ടറും ഈ വെക്ടറും വായിച്ചേ. i മൈനസ് 3j പ്ലസ് 2k, 3i പ്ലസ് 6j മൈനസ് 7k. ഓ, രണ്ട് വെക്ടർ വന്നിട്ടുണ്ട്. ഈ രണ്ട് വെക്ടറിലേക്ക് വേറെ ഏതോ ഒരു വെക്ടർ ആഡ് ചെയ്യണം. ചെയ്യുമ്പോൾ റിസൾട്ടന്റ് കിട്ടേണ്ടത് ഒരു യൂണിറ്റ് വെക്ടർ ആവണം. ഏത് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ ഐയും ജെയും കെയും ഒക്കെ ഉണ്ടല്ലോ, അത് y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആവണം. ഓ മക്കൾ, y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആരാ? ജെ ക്യാപ്പ്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ രണ്ടാളുണ്ട്. ആരൊക്കെ? i മൈനസ് 3j പ്ലസ് 2k എൻ്റെ അടുത്തുള്ള ഒരാളാണ്. വേറൊരാള് 3i പ്ലസ് 6j മൈനസ് 7k. ഇനി വേറെ ഏതോ ഒരുത്തനൂടി ഉണ്ട്. ഇവര് മൂന്നാളും കൂട്ടുമ്പോ, ഇത് അവിടെ ഒരുത്തനും കൂടി ഉണ്ട്. ഇവര് മൂന്നാളും കൂട്ടുമ്പോ 0 i ക്യാപ്പ് വരണം, 1 j ക്യാപ്പ് വരണം, 0 k ക്യാപ്പ് വരണം എന്നാ ക്വസ്റ്റ്യൻ. കെയും പോണം, ഐയും പോണം. എന്ത് മാത്രം ഉണ്ടായാൽ മതി? ജെ മാത്രം ഉണ്ടായാൽ മതി. ഓ അങ്ങനെ പറ്റുമോ? പറ്റും. ഈ വരുന്ന ആളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പല രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന് ഓപ്ഷൻ കൊടുത്തു നോക്കിയാൽ മതി. അതായത് ഓപ്ഷൻ എ ഇവിടെ കൊടുത്തു നോക്കുക, അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. പിന്നെ അല്ലെ ആലോചിച്ചാലും മതി. അന്നാലോചിച്ച് നോക്ക്, ഐയും 3iയും 4i അല്ലേ? 4i പോണെങ്കിൽ ഇയാള് വരേണ്ട ആളായിരിക്കണം, വരേണ്ട ആള് മൈനസ് 4i ആയിരിക്കണം. ഒരു സംശയം വേണ്ട, മൈനസ് 4i ആയിരിക്കണം. ദൈവം സഹായിച്ച അങ്ങനത്തെ 1, 2, 3 ഓപ്ഷനിൽ മൈനസ് 4i ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായില്ല. എന്നാ അടുത്ത നോക്ക്, -3ഉം +6ഉം, -3ഉം +6ഉം ആഡ് ചെയ്ത് എത്രയാ? +3. +3 ആണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ കിട്ടേണ്ടത് ജെ ക്യാപ്പ് ആണ്. ഓ എങ്കിൽ ഇത് -2 ജെ ക്യാപ്പ് ആയാൽ മതി. കാരണം ഇവർ ആഡ് ചെയ്ത് കിട്ടിയ +3 പ്ലസ് -2, 3 പ്ലസ് -2 പറഞ്ഞാൽ 3 - 2. അപ്പൊ ജെ ബാക്കിയാവും. അതിന് മൂന്നാമത്തെ ആളാരാ? ഇത് 2, ഇത് -7. അപ്പൊ 2 പ്ലസ് -7 എത്രയാ? -5. അപ്പൊ അത് വെട്ടിപ്പോണെങ്കിൽ +5 കെ ക്യാപ്പ് ഇവിടെ വരണം. മനസ്സിലായോ? കെ ക്യാപ്പ് ഇവിടെ കെ ക്യാപ്പ്. അപ്പം 2k ക്യാപ്പും -7 കെ ക്യാപ്പും -5 കെ ക്യാപ്പ്. ആ -5 കെ ക്യാപ്പും +5 കെ ക്യാപ്പും പോയി. അപ്പൊ 0 കെ ക്യാപ്പ് കിട്ടും. അതിനാ കെ ക്യാപ്പ് പോണേ? കെ ക്യാപ്പ് പോണം. കാരണം എലോങ് ദ y ആക്സിസിൽ മാത്രം മതി യൂണിറ്റ് വെക്ടർ. അപ്പൊ ജെ മാത്രം മതി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻസർ -4i -2j + 5k. ഓ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഇനി അല്ലെങ്കിൽ വേറെ പരിപാടി ഉണ്ട്. എന്താ ചെയ്യാന്നറിയോ? ഇത് രണ്ടും കൂട്ടുക, എന്നിട്ട് 0 എന്ന് കുറക്കുക. അപ്പൊ ഇത് കിട്ടും. അതായത് ഇവിടെ എന്താണോ കിട്ടേണ്ടത് അതിൽ നിന്ന് ഇത് രണ്ടും കൂട്ടിയത് കുറച്ചാലും മതി. പക്ഷെ ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലെ? 3iയും ഐയും 4i. അപ്പൊ ഇത് -4i ആയാലല്ലേ വെട്ടിപ്പോവും, ആഡ് ചെയ്യുമ്പോൾ പോവും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മൾ ആ ഫണ്ടമെന്റൽ അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്തത്, എ യൂണിറ്റ് വെക്ടർ പാരലൽ ടു റിസൾട്ടന്റ് വെക്ടേഴ്സ്. ഓ ഇത് വേണ്ട, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതിന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യേ, ABCD. അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നെ അറിയിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ബോക്സിൽ പിന്നെ ജസ്റ്റ് പറയണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ കുറെ ആൾക്കാരെല്ലാം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാ ചാപ്റ്ററും ഞാൻ നല്ല എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഇതിന് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന്റെ കൂടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ ഒരു സമയത്തിന്റെ പ്രശ്നം അത് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ അവർക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്യണത്. അപ്പൊ നിങ്ങളെ കമന്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ഓരോ വീഡിയോനെ കുറിച്ച് രേഖപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോസ് എന്താന്ന് പറഞ്ഞാലൊക്കെ എനിക്കത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ABCD എന്ന് ഇടുക കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, എന്താ പോളിഗണൽ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറഞ്ഞാല്? പോളിഗണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇത്. PQ പറഞ്ഞ വെക്ടറും QR പറഞ്ഞ വെക്ടറും RS പറഞ്ഞ വെക്ടറും ഉണ്ട്. പിന്നെ നോക്ക്, PS പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടും ഉണ്ട്. കൊള്ളാലോ. നമ്മളോട് ചോദ്യം എന്താ? ചോദ്യം PQ A ആണ്, QR B ആണ്, RS C ആണ്. എങ്കിൽ PS ആരാണ്? പോളിഗണൽ ലോ എന്താ പറയണേ? കുറെ വെക്ടേഴ്സിന്റെ ഒരു പോളിഗണിന്റെ സൈഡുകളാക്കി വെക്കുക.
എങ്കിൽ ലാസ്റ്റ് സൈഡ് ആയിരിക്കും റിസൾട്ടന്റ്. ഇവിടെ നോക്ക്, അത് ഓപ്പോസിറ്റ് ഓർഡറിൽ. ട്രയാങ്കുലാർ ലോ പോലെ തന്നെ. ട്രയാങ്കുലാർ ലോ പറയണത് ഇത് 1 ഇത് 2, ഇവരെ കൂട്ടിയാൽ കിട്ടുന്നത് ഇതായിരിക്കും. ഇതാണല്ലോ ട്രയാങ്കുലാർ ലോ. അതിന്റെ കുറച്ചുകൂടി വലിയൊരു ലോ ആണ് പോളിഗണൽ ലോ. കുറെ സൈഡ് ഉണ്ട്, 1 2 3. ഇതിന്റെ റിസൾട്ടന്റ് ആണ് ശരിക്കും പി എസ്. ഇപ്പൊ പി എസ് പറഞ്ഞ ആരാണ്? പി എസ് എന്ന് പറഞ്ഞാൽ ആ 3 വെക്ടർ കൂട്ടുന്ന 3 വെക്ടർ. അതാണെങ്കിൽ എഴുതിക്കോ, പി ക്യൂ വെക്ടറും ക്യു ആർ വെക്ടറും ആർ എസ് വെക്ടറും ഓർഡറിലാണ് ഇവരുള്ള. ആ ഓർഡറിലുള്ള 3 ആളെ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പി എസ് പറഞ്ഞ വെക്ടർ കിട്ടുക. പി എസ് ആണ് നമ്മളോട് ചോദിച്ചത്. പി ക്യൂവും ക്യു ആറും ആർ എസും ഒക്കെ ആരാണ് തന്നിട്ടുണ്ട്. അപ്പൊ നേരെ അത് എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. പി ക്യു ആരാ? പി ക്യു വെക്ടർ എ. ക്യു ആർ ആരാ? വെക്ടർ ബി. ആർ എസ് ആരാ? വെക്ടർ സി. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം, ഈ ചോദ്യം കാണുമ്പോൾ വിചാരിക്കും എന്താ ദൈവം വിചാരിക്കും. പക്ഷെ നമ്മൾ പഠിച്ച ട്രയാങ്കുലാറിലോ അത് സൈഡ് ഒന്നുകൂടി കൂടി, അപ്പോൾ ട്രയാങ്കുലാർ മാറി പോളിഗണായി. ആ പോളിഗൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം അല്ലെ. ഈ 3 ആൾ എ ബി സി അവരുടെ റിസൾട്ടന്റ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട്, അയാളാണ് പി എസ്. അപ്പൊ പി എസ് ആരാ? എ പ്ലസ് ബി പ്ലസ് സി. സിമ്പിൾ. എ പ്ലസ് ബി പ്ലസ് സി. അങ്ങനെ ആൻസർ ഇല്ലേ ദൈവമേ? എ പ്ലസ് ബി പ്ലസ് സി. വെക്ടർ ഇടാൻ ഇവർ മറന്നു പോയതായിരിക്കും അല്ലെ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. പി ക്യു ക്യു ആർ അല്ലെ, ആർ എസ് ഓക്കെയാണ്. ഓക്കെയാണ്. എനിക്ക് ഓപ്ഷൻ ഇല്ലാതിരുന്നപ്പോൾ ഒരു ടെൻഷനായി. അടുത്ത ദിവസം നോക്കി നിങ്ങള് 3 എന്നല്ല, there are എന്നാണ്. There are n കോപ്ലനാർ വെക്ടേഴ്സ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് v. ഓരോരുത്തരുടെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, എല്ലാവരുടെ മാഗ്നിറ്റ്യൂഡും v ആണ്. ഈച്ച് വെക്ടർ ഈസ് ഇൻക്ലൈൻഡ് ടു ദ പ്രൊസീഡിങ് വെക്ടർ അറ്റ് ആൻ ആംഗിൾ 2π/n. എന്താ 2π/n എന്ന് പറഞ്ഞാൽ? ഏത് ഷേപ്പിൽ പോളിഗൺ വരച്ചാലും അതിന്റെ മൊത്തം ആംഗിൾ 2π ആയിരിക്കും. 2π ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ് ആണ്. അപ്പോൾ 2π/n. കാരണം n നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉള്ളത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്? ഇത് ഞാൻ ശരിക്കും പറയേ, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് അങ്ങ് പറയാം, അതൊക്കെ ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരക്കാൻ പോവാ. വെക്ടർ എനെ കൊണ്ടും വെക്ടർ ബിനെ കൊണ്ടും വെക്ടർ സിനെ കൊണ്ടും ഞാൻ വരക്കാൻ പോവാണേ. പേനൊന്ന് ചാർജ് ചെയ്യട്ടെ. വെക്ടർ എനെ കൊണ്ട് വെക്ടർ ബിനെ കൊണ്ട് വെക്ടർ സിനെ കൊണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ ഞാൻ വരച്ചു. അപ്പൊ എ ബി സി എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഡിയും കൂടി ഉണ്ട് വിചാരിച്ചോ. ഇതാ 4ാമത്തെ ആള്. അപ്പൊ ആരൊക്കെ വര്? വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, വെക്ടർ ഡി. നമ്മളിപ്പോ പഠിച്ചത് പ്രകാരം നമുക്ക് അറിയാം എന്ത്, എയും ബിയും സിയും ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ടന്റ് ഇങ്ങോട്ടാണ് കിട്ടേണ്ടത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാനിപ്പോ ഡി വരച്ചിട്ടുള്ളത്. അപ്പൊ ഡിയും ഇയാളും ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? 5 ന്യൂട്ടൺ ഫോഴ്സ് അങ്ങോട്ടും 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും കൊടുത്താൽ അവിടെ ഫോഴ്സ് കൊടുക്കാത്ത പോലെ ആയിരിക്കും. 5 ക്യാൻസൽ ആയി പോകും. അതുപോലെ എന്റെയും ബിന്റെയും സിന്റെ റിസൾട്ടന്റ് ആയ 6 ഇങ്ങോട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ്. പക്ഷെ ഡി അങ്ങോട്ടുണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയിട്ട് 0 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ കുട്ടികൾ പറയും സാർ മനസ്സിലായില്ല, കാരണം ഇതിവിടെ പറയാൻ സാർ എന്താ കാര്യം, ഇവിടെ വേറെ ചോദ്യമല്ലേ ഇത് പറയും. അല്ല, ഇത് കറക്റ്റ് നമ്മളെ ചോദ്യം തന്നെയാണ്. കാരണം ഒരാള് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ വരച്ച് വരുമ്പോൾ നോക്കൂ, അയാൾ ഇങ്ങനെ കറങ്ങി ഇവിടേക്ക് തന്നെ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരുന്നത്. ആ ആംഗിൾ എത്രയാ? എല്ലാവരുടെയും സെൻട്രൽ ആംഗിൾ 2π ആയിരിക്കും. അതിപ്പോ പിന്നെ പോളിഗൺ ആണെങ്കിൽ, റെക്ടാങ്കിൾ ആണെങ്കിലും, പെന്റഗൺ ആണെങ്കിലും, ഹെക്സഗൺ ആണെങ്കിലും ഒക്കെ അല്ലെ, മൊത്തം ഈ ആംഗിൾ 2π ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 2π ആയിരിക്കും. ആ 2π ഡിവൈഡഡ് ബൈ n പറഞ്ഞെന്താ? n എന്ന് പറഞ്ഞാൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാ n. വെക്ടേഴ്സിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ നമ്മൾ ഉണ്ടാക്കുന്ന പോളിഗണിന്റെ സൈഡ് ആയിരിക്കും n. എസ് പറഞ്ഞോ? അപ്പൊ 2π/n പറഞ്ഞാല് ഈ കേസിൽ ആരാ? 2π/4 എന്നാണ്. ഞാൻ ഇപ്പൊ എക്സാമ്പിൾ എടുത്ത കേസിൽ 2π/4. 2π/4 എന്ന് പറഞ്ഞാൽ എത്രയാ? π/2 ആണ്. അപ്പൊ ഓരോ വെക്ടേഴ്സും 90 ഡിഗ്രിയിൽ 90 ഡിഗ്രി 90 ഡിഗ്രിയിലെ 90 ഡിഗ്രി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓരോ വെക്ടേഴ്സും 90 90 90 വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു ക്ലോസ് ആയ പോളിഗൺ ആവും. അപ്പൊ 4 സൈഡ് ഉണ്ട്, അവരെ 90 90 90 വെച്ചാൽ അത് ക്ലോസ്ഡ് ആവും. ക്ലോസ്ഡ് ആയ റിസൾട്ടന്റ് 0 ആണ്. അത് ട്രയാങ്കിളിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാ. നോക്ക്, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഒരു വെക്ടർ സി അവിടെ നിങ്ങട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും ആഡ് ചെയ്ത് എന്താ കിട്ടുക? 0. കാരണം എന്താ?
വെക്ടർ എന്റെയും വെക്ടർ ബിന്റെ റിസൾട്ടന്റ് ഓപ്പോസിറ്റ് ഓർഡറിൽ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവും. അതാണ് നമ്മുടെ ട്രയാങ്കുലാറല്ലോ. അതിനെ തോൽപ്പിക്കാൻ ഇതാ വെക്ടർ സി അവിടുന്ന് ഇങ്ങോട്ട്. മനസ്സിലായോ? അപ്പൊ അയാൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയി ആ ഫണ്ടമെന്റൽ എല്ലാവരും പഠിക്ക്. ഒരു ക്ലോസ്ഡ് പോളിഗണിന്റെ റിസൾട്ടന്റ് 0 ആയിരിക്കും. കുറെ വെക്ടേഴ്സ് ക്ലോസ്ഡ് പോളിഗണിന്റെ സൈഡുകളായി വന്നു വിചാരിക്കുക, എങ്കിൽ അവരെ മൊത്തം കൂട്ടിയാൽ 0 ആണ് കിട്ടുക. കാരണം ആ ക്ലോസ്ഡ് പോളിഗണിന്റെ ലാസ്റ്റ് സൈഡ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റിലാണ് ലാസ്റ്റ് സൈഡ് ഉണ്ടാവുക. ഇയാളും 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 കൂട്ടിയാൽ കിട്ടുന്ന റിസൾട്ടന്റ് അവിടെ നിങ്ങട്ടുണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇയാള്. ചില കുട്ടികളേക്കും സാറിനോട് ആരാ ചതുരാന്ന് പറഞ്ഞതെന്നൊക്കെ, ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് എടുത്തതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, n സൈഡ് ഉള്ള ഒരു പോളിഗൺ അഥവാ n വെക്ടേഴ്സ് കൊണ്ട് പോളിഗൺ ഉണ്ടാക്കിയ n സൈഡ് ഉണ്ടാവും. ആ n സൈഡുള്ള പോളിഗണിനെ 2π/n ആംഗിളിൽ വെച്ചാൽ അതൊരു ക്ലോസ്ഡ് പോളിഗണേ ആവൂ. ക്ലോസ്ഡ് പോളിഗണേ ആവൂ. ഇപ്പൊ ഹെക്സഗൺ വെച്ച് നോക്കി നോക്ക്. ഞാൻ ഇതേ സാധനം ഒന്ന് ഹെക്സഗൺ വെച്ച് പറഞ്ഞുതരാം. ഹെക്സഗൺ ആവുമ്പോൾ 1 ഒരു വെക്ടർ, 2 വെക്ടർ, 3 വെക്ടർ, 4 വെക്ടർ, 5 വെക്ടർ, 6 വെക്ടർ അല്ലേ? 1 2 3 4 5 6. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി, ഇത് വെക്ടർ ഡി, ഇത് വെക്ടർ ABCD E, ഇത് വെക്ടർ എഫ്. ഞാൻ ആദ്യം നിങ്ങളോട് പഠിക്കാൻ പറയാണ്, എയും ബിയും സിയും ഡിയും ഇയും ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുക. അപ്പൊ ആൻസർ 0 ആയിരിക്കും. ആൻസർ 0 ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് അത് ആഡ് ചെയ്ത 0 കിട്ടുന്നത്? അതിന്റെ ലോജിക്ക് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മനസ്സിലായവര് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. എയും ബിയും സിയും ഡിയും ഇയും ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടന്റ് ഉണ്ടാവും. ആ ഇക്ക് എയും ബിയും സിയും ഡിയും ആഡ് ചെയ്താൽ കിട്ടുന്ന ABCDE 5 ആള്, ആ 5 ആൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരാളുണ്ടല്ലോ വെക്ടർ റിസൾട്ടന്റ്, അത് എഫിന് നേരെ ഈക്വൽ ആണ്, ഓപ്പോസിറ്റാ. അപ്പൊ എഫ് അതിനങ്ങ് ക്യാൻസൽ ചെയ്യും. അതായത് ഇവരെല്ലാം കൂടി കൂട്ടി കിട്ടുന്നതിനെ അത് ഇങ്ങോട്ടുണ്ടാവും, അതും എഫും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഇവിടെ നോക്ക്, ഇവിടുത്തെ n എത്രയാ? 6 വെക്ടേഴ്സ് ഉപയോഗിച്ചാണ്. അപ്പൊ എന്താ 2π/n എന്ന് പറഞ്ഞാൽ 2π/6 എന്ന് പറഞ്ഞാൽ എത്രയാ? π/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിഗ്രി. അതായത് സെന്ററിൽ നിന്ന് ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. അങ്ങനെ ഓരോരുത്തരും 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ഉണ്ടാക്കി 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 ഇങ്ങനെ വരും. മനസ്സിലായോ? പക്ഷെ ഇത് നടക്കണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. കാരണം ഇത് ചെറിയ വരെയും ഇത് വലിയ വരെയും ആണെങ്കിൽ ഈ ആംഗിൾ മാറും. അപ്പൊ റെഗുലർ പോളിഗൺ ആയിരിക്കണം. എന്താ റെഗുലർ പറഞ്ഞാൽ എല്ലാ സൈഡും ഒരേപോലത്തെ ആയിരിക്കണം. ചതുരാണെങ്കിൽ എന്താ ക്യൂബ് പോലെ ക്യൂബ് ആയിരിക്കണം. അതുപോലെ ഹെക്സഗൺ ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ ആയിരിക്കണം. മനസ്സിലായോ? എല്ലാ സൈഡിനും ഒരേ നീളമാവണം. ഇവിടെ ഒരേ നീള, മാഗ്നിറ്റ്യൂഡ് എല്ലായിടത്തും V ആ. മാഗ്നിറ്റ്യൂഡ് ആണ് നീളം. വെക്ടറിന്റെ വാലിന്റെ നീളമാണ് മാഗ്നിറ്റ്യൂഡ്. അതെല്ലായിടത്തും സെയിമാ നീളാമോ? അപ്പൊ 2π/n എന്ന് പറയുമ്പോൾ ഇവിടെ അത് 60 ആ. 60 ഡിഗ്രിയിൽ 6 ആളെ വെച്ചാൽ ഇറ്റ് ഫോം എ ക്ലോസ്ഡ് ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ. ആ റെഗുലർ ഹെക്സഗണിന്റെ ടോട്ടൽ വെക്ടർ സം എടുത്താൽ 0 ആയിരിക്കും. ക്ലോസ്ഡ് ആയ ഏത് പോളിഗണിന്റെയും വെക്ടർ സം എടുത്താൽ 0 ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? റെഡിയാണോ? അടുത്ത നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ഫോഴ്സസ് F1 ആൻഡ് F2 ആർ 3 Newton 5 Newton റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60. ഓ, ഇത് ഭയങ്കര ലോക്കൽ ക്വസ്റ്റ്യൻ ആണല്ലേ. റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. √(a² + b² + 2ab cos θ. അപ്പൊ ഇതങ്ങ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും അല്ലെ. ആരാ a²? F1 3 ആ. അപ്പൊ 3². ആരാ b² 5². 2 × a × b 3 × 5 കോസ് ആംഗിൾ വന്നിട്ടുണ്ട് 60. കിട്ടു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വരുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ √9 + 25. അപ്പൊ എത്രയാ? 9 + 25. 9 + 25 + 2 3 6. 6 × 5 30. അപ്പൊ 30 cos 60. എത്രയാ cos 60? cos 60 എത്രയാ? 1/2. അപ്പൊ ഇതും വെട്ടിയാ 15 കിട്ടും അല്ലേ. അപ്പൊ ആൻസർ എന്താ വരിക? √49 കിട്ടും, 7 കിട്ടും. കൊള്ളാലോ. 7 ന്യൂട്ടൺ ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. ആംഗിൾ 60 തന്നോണ്ട് എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ. ഡയറക്റ്റ് ലോ ഓഫ് കൊസൈനിൽ കൊടുത്തു. എന്താ ഇതിന്റെ പേര്? ലോ ഓഫ് കൊസൈൻ. ബോർഡ് എക്സാമിന് എപ്പോഴും അതിന്റെ ഡെറിവേഷൻ ചോദിക്കും അല്ലേ. എൻട്രൻസിന് അത് വെച്ചിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊന്നും അല്ലാതെ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The square of resultant of 2 equal forces is 3 times their product. Angle between the forces. ഓ, എന്താണ് പറഞ്ഞത്?
സ്ക്വയർ ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു ഈക്വൽ ഫോഴ്സസ്. ഓ, ഫോഴ്സ് ഈക്വൽ ആണ് അല്ലേ? F1 ഈക്വൽ ടു F2 ഈക്വൽ ടു എഫ് ആണ്. സ്ക്വയർ ഓഫ് റിസൾട്ടന്റ് ഓഫ് ടു ഈക്വൽ ഫോഴ്സസ്. ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താ? ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താ? ഭയങ്കര സിമ്പിൾ ഇക്വേഷൻ ആണ്. രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2a cos θ/2 ആണ് അല്ലെ? സബ്ട്രാക്ഷൻ ആണെങ്കിൽ 2a sin θ/2. ഇതിന്റെ തിയറി ക്ലാസ് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ തിയറി വീഡിയോസ് ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ r is equal to 2a cos θ/2 ആണ്. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ആരാ? 2f cos θ/2. ഈ 2f cos θ/2 എന്ന് പറയുന്നത് അല്ലേ, ഈ 2f cos θ, r 2f cos θ/2 ആണ്. സ്ക്വയർ ഓഫ് റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? r സ്ക്വയർ. ഈ റിസൾട്ടന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ടൈംസ് their പ്രൊഡക്റ്റ്. എന്താ their പ്രൊഡക്റ്റ് പറഞ്ഞാൽ f into f f സ്ക്വയർ ആണ്. f into f f സ്ക്വയർ ആ. അപ്പം 3 ടൈംസ് ഓഫ് their പ്രൊഡക്റ്റ് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ 3 മടങ്ങ്. ഇതാണ് പ്രൊഡക്റ്റ് f into f. അതിന്റെ 3 മടങ്ങ് എടുക്കുമ്പോഴാ r സ്ക്വയർ കിട്ടുവാന്ന്. ആ r സ്ക്വയർ ആണ് നമ്മളിപ്പോ കണ്ടുവച്ചിട്ടുള്ളത് ഇല്ല അല്ലെ? r ആണ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ r സ്ക്വയർ എന്താ? 2f സ്ക്വയർ cos സ്ക്വയർ θ/2. 2 അല്ല, സോറി 4. എടാ 2നെ സ്ക്വയർ ചെയ്യണ്ടേ? അപ്പൊ 2ന്റെ സ്ക്വയർ 4. അപ്പൊ r സ്ക്വയർ is equal to 4f സ്ക്വയർ cos സ്ക്വയർ θ/2. അപ്പൊ r സ്ക്വയർ ആരാ? 4f സ്ക്വയർ cos സ്ക്വയർ θ/2. ദാറ്റ് is equal to 3f സ്ക്വയർ. ദൈവം സഹായിച്ച് f സ്ക്വയർ വെട്ടിപ്പോയി. അതുപോലെ cos സ്ക്വയർ θ/2 is equal to 3/4 കിട്ടി. അപ്പൊ എന്താ cos θ/2? cos θ/2 റൂട്ട് എടുക്കണം. cos സ്ക്വയർ മാറണമെങ്കിൽ റൂട്ട് എടുക്കണം. അപ്പൊ അപ്പുറത്തെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 3/2 കിട്ടും. cos θ/2 റൂട്ട് 3/2 കിട്ടും. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, cos θ/2 റൂട്ട് 3/2 കിട്ടണമെങ്കിൽ, റൂട്ട് 3/2 കിട്ടണമെങ്കിൽ θ/2 ആരാ? ഈ ആംഗിൾ ആരാ? θ/2. കോസിന്റെ ആരാ? റൂട്ട് 3/2 30. അപ്പൊ തീറ്റ ആരാ? 2 into 30. ആൻസർ എന്താ? 60. കൊള്ളാലോ. 60 എന്ന് പറഞ്ഞാൽ ആരാ? π/3. ഓപ്ഷൻ ഡി അല്ലേ? π/3 എന്ന് പറഞ്ഞാൽ 60 അല്ലേ? 180/3. അതെ, 60. കറക്റ്റ്. ഓപ്ഷൻ ഡി. നോക്കൂ, ഈ ചോദ്യം ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വളഞ്ഞ് മൂക്ക് പിടിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട്. റിസൾട്ടന്റിന്റെ സ്ക്വയർ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു ഈക്വൽ ഫോഴ്സസ്. രണ്ടാൾ ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2a cos θ/2. സബ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ള ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2a sin θ/2. ഇവിടെ 2a cos θ/2 ആണ് ഉപയോഗിക്കേണ്ടത്. റിസൾട്ടന്റ് പറഞ്ഞ അഡീഷൻ ആണ്, സബ്ട്രാക്ഷൻ ആണ് പ്രത്യേകം പറയും. അപ്പൊ 2a cos θ/2 അതാണ് r. r സ്ക്വയർ കാണാം. ആ r സ്ക്വയർ 3f സ്ക്വയർ ആണെന്നാ പറഞ്ഞത്. 3 ടൈംസ് ഓഫ് their പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ എഫും തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്താ? f സ്ക്വയർ. അടിപൊളി ചോദ്യം, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. അടുത്തത്, ഇതൊക്കെ നല്ല കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ചോദ്യമാണ്. കൊമെഡ്കോ എന്ന് പറഞ്ഞ കർണാടകൻ എൻട്രൻസ് എക്സാം എന്ന് തോന്നുന്നു, അതിന്റെ ഒരു PYQ ആണ്. ഇതെല്ലാം പല എക്സാമുകൾ തപ്പിയെടുക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ജം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ മടുപ്പില്ലാതെ കേൾക്കുക. വെക്ടർ എ ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 10 യൂണിറ്റ് ആൻഡ് മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എ പോസിറ്റീവ് എക്സ് ആക്സിസ്. വെക്ടർ എ ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 10 യൂണിറ്റ്. ഒരു വെക്ടറിന് 10 യൂണിറ്റ് ആണ് മാഗ്നിറ്റ്യൂഡ്. അയാൾ 30 ഡിഗ്രിയാണ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആക്സിസ് ഒന്ന് വരക്കാം ആദ്യം. ഇയാൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്നത് 30 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ വെക്ടർ എ. അയാൾ 10 ആണ്, അയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ആണ്. എന്നിട്ട് വെക്ടർ ബി ഉണ്ട്. അയാൾ നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് 30 ഉണ്ടാക്കുന്ന ആളാണ്. ഓക്കെ, നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് 30 ഉണ്ടാക്കുന്ന ആളാണ്. അയാളുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണാവോ? 20 ആണ്. അപ്പൊ ഇത് 10 ആണ്, ഇയാൾ 20 ആണ്. എന്നിട്ട് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ്? അയ്യേ, ഇത് ഇങ്ങനെ ഒരു ഫിഗർ വരച്ചാൽ തന്നെ തീർന്നില്ലേ? ഇത് 30ഉം ഇത് 30ഉം ആണെങ്കിൽ മൊത്തം നെഗറ്റീവ് എക്സും പോസിറ്റീവ് എക്സും ഉണ്ടാക്കുന്ന ആംഗിൾ 180 ആണല്ലോ. 180ന്ന് 60 പോയാൽ എത്രയാ? 180ന്ന് 60 പോയാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ 120 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ആംഗിൾ 120 കിട്ടി. കാരണം എന്നാലേ ഇത് 30 മൊത്തം 180 ആവും. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ? 20ഉം 10ഉം 120ൽ ആക്ട് ചെയ്യുന്നു. അപ്പത്തെ റിസൾട്ടന്റ് ആണ് ചോദ്യം. റിസൾട്ടന്റ് കാണാനാണ് ചോദ്യം.
റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 10 കോസ് 120. കോസ് 120 എത്രയാ? -1/2 ആണ് അല്ലേ? കോസ് 120ന്റെ വാല്യൂ അറിയില്ലേ? ഈ പരിപാടി നോക്കാൻ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു, ASTC അല്ലേ? കോസ് 120 പറഞ്ഞാൽ ആരാ? കോസ് 90 പ്ലസ് 30 ആണ്. കോസ് 90 പ്ലസ് 30 സൈൻ 30 ആണ്. സൈൻ 30 1/2 ആണ്. ഇനി ചിഹ്നം നോക്കണം. 90 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ഇവിടെ സൈനാ, സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പൊ അവിടുത്തെ കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് -1/2 ആണ്, മൈനസ് സൈൻ 30 ആണ്, -1/2 ആണ്. ചില കുട്ടികൾ അറിയാം അവിടെ സൈന് പോസിറ്റീവ് ആണല്ലോ പറയും. ആ സൈന് പോസിറ്റീവാ, പക്ഷെ നമ്മോട് കാണാൻ പറഞ്ഞത് കോസാ. ആ കോസിന്റെ ചിഹ്നം മൈനസ് ആണ്. കോസ് 90 പ്ലസ് 30 വരുമ്പോൾ ആള് മാറി സൈൻ 30 ആവും. അപ്പൊ -1/2 ആണ് കോസ് 120. കോസ് 120ന്റെ വാല്യൂ നമുക്കറിയാം. 100, 400, 20ന്റെ സ്ക്വയർ 2 × 20 × 10. 2 × 20 എത്രയാ? 40. 2 × 40 അല്ലേ? 40 × 10 400. ഓക്കെ, ഇൻറ്റു -1/2 കൊള്ളാലോ. അപ്പൊ റൂട്ടിനുള്ളിലാരൊക്കെ? ഒരു 400, 100, 500 -200 വരും. അപ്പൊ റൂട്ട് 300 വരും. കാരണം ഈ 2ഉം ഇതും വെട്ടിയ 200 കിട്ടും. അപ്പൊ വളരെ ക്ലിയർ ആണ് കാര്യം. റൂട്ട് 300 കിട്ടിയിരിക്കുകയാണ് നമുക്ക്. റൂട്ട് 300 എന്നാ റൂട്ട് 300 പറഞ്ഞാ റൂട്ട് 3 × 100. 100ന്റെ റൂട്ട് 10. അപ്പൊ 10√3 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കൊള്ളാലേ? അതൊരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വേണ്ട ചോദ്യം അല്ലെ? ചില ഫിസിക്സ് ക്വസ്റ്റ്യൻസിൽ സ്പേഷ്യൽ സ്കില്ല് വേണ്ടി വരും. എന്താ സ്പേഷ്യൽ സ്കിൽ പറഞ്ഞ? അതായത് ഇപ്പൊ ഇവിടെ 10ഉം 20ഉം തമ്മിലുള്ള റിസൾട്ടന്റ് എത്രയാണെന്നല്ല നേരിട്ട് ചോദിച്ചത്. പകരം 20 നെഗറ്റീവ് എക്സുമായിട്ട് ഇത്ര ആംഗിൾ, 10 പോസിറ്റീവ് എക്സുമായിട്ട് ഇത്ര ആംഗിൾ. അപ്പൊ നമ്മളൊരു സ്പേഷ്യൽ സ്കില്ല് വെച്ച് ആ ഫിഗർ വരച്ച് അതിനെ മനസ്സിലാക്കിയെടുത്ത് ഇപ്പൊ 10നും 20ക്കും ഇടയിലുള്ള ആംഗിള് 120 ആണ് മനസ്സിലാക്കി അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ചോദ്യമല്ല. എന്താ മൂളാത്തെ? സോറി, ഇത് റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? നോക്കൂ. A certain vector in the xy plane. അടുത്ത അടിപൊളി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. A certain vector in the xy plane has an x component of 12 meter and y component of 8 meter. It is then rotated in the xy plane so that x component is halved. Guys, റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. XY പ്ലെയിനിൽ ഒരു വെക്ടർ ഉണ്ട്. ഓ, ഇയാളാണ് ആ വെക്ടർ. ഞാൻ ആ വെക്ടറിനെ വരച്ചിരിക്കുന്നു. നോക്കൂ. അപ്പൊ XY പ്ലെയിനിന്റെ വെക്ടർ, ഈ XY പ്ലെയിനിലുള്ള വെക്ടർ കറങ്ങുവാണ്. നോക്കൂ, ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുവാണ്. കണ്ടോ? ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഈ XY പ്ലെയിനിലുള്ള വെക്ടർ ഇങ്ങോട്ട് കറങ്ങിയാൽ അതിന്റെ X കമ്പോണന്റ് കൂടും, അങ്ങോട്ട് കറങ്ങിയാലോ Y കമ്പോണന്റ് കൂടും. പക്ഷെ കറങ്ങിയാൽ മാറാത്തൊരു സാധനം ഉണ്ട്. എന്താ? ഇയാളുടെ നീളം. ഇയാൾ കറങ്ങി വിചാരിച്ച് ഇയാളുടെ നീളം മാറൂല. പകരം എന്താ? ഈ രണ്ട് കമ്പോണന്റുകൾ മാറും. ഇതാരൊക്കെ ഈ കമ്പോണന്റ്? ഈ കമ്പോണന്റ് ആണ് X കമ്പോണന്റ്, ഇതാണ് Y കമ്പോണന്റ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അയാൾ ഉണ്ടായത്. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ പറയാണ് X കമ്പോണന്റ് 12 ആണ്, Y കമ്പോണന്റ് 8 ആണ് ഏതോ ഒരു വെക്ടറിന്റെ. എന്നിട്ട് ആ വെക്ടർ കറങ്ങി. എന്താ? ഞാൻ ഈ വെക്ടർ തന്നെ കോപ്പി എടുക്കാം. റെഡി? ഈ വെക്ടറിന്റെ തന്നെ കോപ്പി എടുക്കാം. കിട്ടിയില്ലല്ലോ കോപ്പി. ഈ വെക്ടറിന്റെ തന്നെ കോപ്പി എടുത്തു എന്ന് വിചാരിക്കാം. പേസ്റ്റ് വരുന്നില്ലല്ലോ. എന്നാ ഞാൻ വരക്കേ. എന്താ? അതാണ് ആ വെക്ടർ. സെയിം വെക്ടർ ആണ്, വലിപ്പം മാറിയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇയാള് കറങ്ങിയപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? എക്സ് കമ്പോണന്റ് പകുതിയായിന്ന്. എടാ, ഇങ്ങോട്ട് കറങ്ങിയാൽ എക്സ് കമ്പോണന്റ് കൂടുക ചെയ്യാം. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇങ്ങോട്ടാണ് അയാൾ കറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ കറങ്ങിയാൽ എന്ത് ചെയ്യും? അയാളുടെ നീളമൊന്നും മാറിയിട്ടില്ല, പക്ഷെ എക്സ് കമ്പോണന്റ് 6 ആയി. വൈ കമ്പോണന്റ് കൂടി കാണും. അത് എത്രയും നമുക്ക് അറിയില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരാളുണ്ട്. അതെന്താ? ഇയാളുടെ നീളം. ഈ നീളം മാറിയിട്ടില്ല. ഇങ്ങനെ നിന്നിരുന്ന ഇയാള് ഇങ്ങനെ ആയിന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ നിന്നിരുന്ന ഇയാള് ഇങ്ങനെ ആയിന്നേ ഉള്ളൂ. ഈ നീളം മാറിയിട്ടില്ല. എന്താ നീളം പറഞ്ഞ? എന്താ ആ കുന്തത്തിന്റെ നീളം പറഞ്ഞ? അതല്ലേ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള പരിപാടി റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ആണെന്ന് അറിയാലോ. റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ. അപ്പുറത്തത് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ആണ്. അത് രണ്ട് ഈക്വലും ആണ്. വൈ എന്താ അവർ രണ്ടുപേരും ഈക്വൽ ആവാൻ കാരണം? എടാ, റൊട്ടേറ്റ് ചെയ്യുമ്പോ കുന്തത്തിന്റെ നീളം മാറുന്നില്ല. കുന്തത്തിന്റെ നീളമാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ തിരിച്ചു എന്ന് വിചാരിച്ച് നീളം മാറൂല.
പകരം എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റ് മാറും. ഇങ്ങോട്ടാ തിരിച്ചിരുന്നെങ്കിൽ എക്സ് കമ്പോണന്റ് കൂടും, വൈ കമ്പോണന്റ് കുറയും. പക്ഷെ ഇവിടെ വൈ കമ്പോണന്റാ കൂടിയിട്ടുണ്ടാവുക, കാരണം എക്സ് കമ്പോണന്റ് കുറഞ്ഞു എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 12 ഉള്ള ആള് 6 ആയി എന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഗൈസ് അങ്ങനെയാണെങ്കിൽ റൂട്ട് 12² + 8² 144 64 എത്രയുണ്ടാ? 144 64 208. റൂട്ട് 208 = റൂട്ട് 6² + y². 6² എത്രയാ? 36. ഓക്കെ, 36. രണ്ട് സൈഡിൽ റൂട്ട് ഉള്ളതുകൊണ്ട് സ്ക്വയർ എടുത്ത് കളയാം. അപ്പോൾ y² ആരാ? 208 - 36. 200 30 പോയാൽ 170. 170 അല്ലേ? 170. അപ്പൊ 208 പോകുമ്പോൾ 178. 178 6 പോയാൽ 172. 172 ആണ് ചെയ്യാം. അപ്പൊ y² 172 ആണെങ്കിൽ y ആരാ? റൂട്ട് 172. 169ന്റെ റൂട്ട് 13. അപ്പൊ 172ന്റെ റൂട്ട് 13 പോയിന്റ് സംതിങ്. എന്താ ചോദ്യം? ഈ ചോദ്യത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? അതായത് നമ്മൾ ഡയറക്റ്റ് ഒരു കോണ്ടന്റ് പഠിച്ച് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല. ചെറിയ ചെറിയ ഇൻഡ്യൂട്ടീവായ ഐഡിയകൾ, ഈ സീരീസിന്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഞാൻ വിചാരിക്കാണ്. എന്ത് തരം ചോദ്യമാണ് ഞാൻ ഇതിൽ എടുക്കുക നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നതെന്ന് ഈ ചോദ്യമൊക്കെ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാണ്. ഈ ചോദ്യം നോക്ക്, തിരിച്ചു. അപ്പൊ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ മാറുന്നില്ല, അപ്പൊ രണ്ട് മാഗ്നിറ്റ്യൂഡ് ഇക്വേറ്റ് ചെയ്യാം. അതാണ് ഒരു ഐഡിയ ഉണ്ട് ചോദ്യത്തിൽ. നേരെ വന്ന് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്ന ചോദ്യം അല്ല. രണ്ട് ഈക്വൽ ഫോഴ്സസ് ദെയർ റിസൾട്ടന്റ് ഈക്വൽ ടു ഐദർ ഓഫ് ദ ഫോഴ്സ്. ഓ, എങ്കിൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. നോക്കൂ, ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് അനോഡിക്കാളുള്ള ഇക്വേഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞുള്ളൂ, 2f cos θ/2. ക്വസ്റ്റ്യൻ എന്താ പറയണത്? എഫും റിസൾട്ടന്റ് എടുത്തിട്ട് എഫ് തന്നെ കിട്ടി. ഈക്വൽ ആയ ഫോഴ്സുകളുടെ റിസൾട്ടന്റ് ആ ഫോഴ്സ് തന്നെ കിട്ടി. അങ്ങനെ കിട്ടോ? വെക്ടറിൽ കിട്ടും, സംഖ്യകളിൽ കിട്ടൂല. 5 കൂട്ടിയിട്ട് 5 തന്നെ കിട്ടില്ല. പക്ഷെ 5 ന്യൂട്ടൺ ഫോഴ്സും 5 ന്യൂട്ടൺ ഫോഴ്സും ആഡ് ചെയ്തിട്ട് 5 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ കിട്ടാം. വെക്റ്റർ റൂൾ പ്രകാരം ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആ അഡ്ജസ്റ്റ്മെന്റ് നടന്ന് ഒരേ ആൾക്കാരെ കൂട്ടിയാൽ അതേ ആളെന്നെ കിട്ടാനുള്ള ചാൻസ് വെക്റ്ററിലുണ്ട്, തീറ്റക്കനുസരിച്ച്. അപ്പൊ നോക്ക്, ആറും എഫ് തന്നെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ 2f cos θ/2. അപ്പൊ എഫും വെട്ടിപ്പോയി. cos θ/2 = 1/2 കിട്ടും എന്ന് പറഞ്ഞാൽ ഈ 2നെ എടുത്ത് ഇപ്പുറത്തിട്ട് cos θ/2 1/2. അപ്പൊ ആരാ θ/2? θ/2 60 ആണ്. cos 60 ആണ് 1/2. അപ്പൊ cos θ/2 1/2 ആണെങ്കിൽ θ/2 60 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആരാ? 120 ആണ്. അപ്പൊ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 120ൽ ആക്ട് ചെയ്താൽ ആ രണ്ട് ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് ഒരു വെക്ടറിനെ കിട്ടുക, ആ വെക്ടറിനെ കിട്ടുക. എഫും 120ൽ ആക്ട് ചെയ്യുന്നു. റിസൾട്ടന്റ് എന്താ? എഫ് തന്നെ. മൂളാമോ? അപ്പൊ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നല്ല ലോജിക് ഉള്ള ഒരു ചോദ്യം. ക്ലാസ് റൂമുകളിൽ ചിലപ്പോ തീറ്റ 120 എന്ന് കൊടുത്തിട്ട് ഇത് പ്രൂവ് ചെയ്ത് കാണും. അതൊന്ന് റിവേഴ്സ് ചോദിക്കുകയാണ്. രണ്ട് ഈക്വൽ വെക്ടേഴ്സുകളുടെ റിസൾട്ടന്റ് ആ വെക്ടർ തന്നെ കിട്ടണമെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 120 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Two equal forces of magnitude A acted at a point inclined to each other at an angle of 60 degree. The magnitude of their resultant is ആണ് ചോദ്യം. രണ്ട് ഈക്വൽ ഫോഴ്സസ്, മാഗ്നിറ്റ്യൂഡ് രണ്ടാളതും എ ആണ്. അവർ തമ്മിൽ 60 ഡിഗ്രി വെച്ചിരിക്കുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ്. ഞാൻ സ്പീഡ് ചെയ്യാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി പോയി. R = 2a cos θ/2. ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ 2a cos 60/2 ആരാ? 30. 60ന്റെ പകുതിയാണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ cos 30. അപ്പൊ 2a cos 30 ആരാ? cos 30 √3/2. 2 വെട്ടിപ്പോയി. ആൻസർ √3a. വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് കണ്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്പീഡ് ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ട്. അവരുടെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വേണം. ആരുടെ? എ പ്ലസ് ബിയുടെ. അതായത് ഇവർ രണ്ടുപേരും ആഡ് ചെയ്തു, അതാണ് എ പ്ലസ് ബി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, ഡിറക്ഷൻ എന്താ? മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ഏറ്റവും എളുപ്പം. എന്താ കാര്യം? മാഗ്നിറ്റ്യൂഡ് കാണാന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് ബി ആരാ, അഥവാ റിസൾട്ടന്റ് ആരാ? 4iയും 9iയും, സോറി 4iയും 5iയും 9i, -3jയും +18jയും +15j. ദൈവം സഹായിച്ച് k ഇല്ല. അപ്പൊ റിസൾട്ടന്റിന്റെ വെക്ടർ കിട്ടി. മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ എന്താ ചെയ്യാ? അഥവാ വെറും 6 കിട്ടാൻ എന്താ ചെയ്യാ? √9² + 15².
ആൻസർ √225 പ്ലസ് 81. 225 81 എത്രയാ? 6 306 അല്ലേ? 17ന്റെ സ്ക്വയർ 289. അപ്പൊ 17 പോയിന്റ് സംതിങ് ആയിരിക്കും √306 വരിക. കറക്റ്റ് സ്ക്വയർ കിട്ടൂല. 324 ആണെങ്കിൽ 18ന്റെ സ്ക്വയറാ. പക്ഷെ 306 ആരെയും സ്ക്വയർ അല്ല. പക്ഷെ എന്നാലും ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും 15 അല്ല, അത് 225 ആ. 20 അല്ല, അത് 400ന്റെ റൂട്ടാ. അപ്പോ ഓപ്ഷൻ എയോ ഡിയോ ആണ് കറക്റ്റ്. കാരണം 17.49 ആണ് മാഗ്നിറ്റ്യൂഡ്. ഇനിയാണ് പ്രശ്നം, ഡിറക്ഷൻ ഓഫ് എ പ്ലസ് ബി വേണം. എന്താ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 9i പ്ലസ് 15j, അതായത് ഒരു വെക്ടർ ആണത്. ഇതാണത്. അതിന്റെ എക്സ് കമ്പോണന്റ് ആണ് 9i, അതിന്റെ വൈ കമ്പോണന്റ് ആണ് 15j. മനസ്സിലായോ? ഈ വെക്ടറിന്റെയും ഈ വെക്ടറിന്റെയും റിസൾട്ടന്റ് ആണ് നമ്മുടെ എ പ്ലസ് ബി, അഥവാ നമ്മുടെ ആർ. മനസ്സിലായോ? അപ്പൊ രണ്ടാളെ കൂട്ടിയിട്ട് ഒരു വെക്ടർ കിട്ടി. അപ്പം 9iയും 15jയും പറഞ്ഞ വെക്ടറിന്റെ ഫിസിക്കൽ ഐഡിയ എന്താ? ഇതാണ് നമ്മളെ വെക്ടർ. ആ വെക്ടറിന് 9i പറഞ്ഞ എക്സ് കമ്പോണന്റ് ഉണ്ട്, 15j എന്ന് പറഞ്ഞ വൈ കമ്പോണന്റ് ഉണ്ട്. കൊള്ളാലോ, 9iയും 15jയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പിന്നെ ഈ ആംഗിൾ തീറ്റ എന്നെടുത്തോ. അപ്പൊ ഞാനിവിടെ റെക്ടാങ്കുലാർ കമ്പോണൈസേഷൻ നമുക്കറിയാലോ. അങ്ങനെയാണല്ലോ രണ്ടായിട്ട് കമ്പോണൈസ് ചെയ്യല്. ഇൻഫൈനൈറ്റ് ആയിട്ട് കമ്പോണൈസ് ചെയ്യാന്ന് പഠിച്ചിട്ടില്ലേ? ഒരു വെക്ടറിനെ ഇൻഫൈനൈറ്റ് ആയിട്ട് കമ്പോണൈസ് ചെയ്യാം, പക്ഷെ രണ്ടായിട്ട് കമ്പോണൈസ് ചെയ്യുമ്പോൾ ഒരു റെക്ടാങ്കിൾ ആണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ പേര് റെക്ടാങ്കുലാർ കമ്പോണൈസേഷൻ എന്നാ. അപ്പൊ എന്റെ ചോദ്യം എന്താ? ഇത് 15 ആണെങ്കിൽ ഇതും 15ആ, ഇത് 9 ആണെങ്കിൽ ഇത് 9ആ. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഇത് 15ഉം ഇത് 9ഉം. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇതാണ് 15ഉം 9ഉം. അപ്പൊ എന്താ ടാൻ തീറ്റ? ടാൻ തീറ്റ എന്ന് പറയുന്നത് 15 ഡിവൈഡഡ് ബൈ 9 ആണ് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് വെട്ടിയ 5/3 ആണ്. ടാൻ തീറ്റ 5/3 ആണെങ്കിൽ തീറ്റ ആരാ? ടാൻ ഇൻവേഴ്സ് 5/3. കൊള്ളാലോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഒരിക്കലും 4/3 വരില്ല. അപ്പൊ കുട്ടികൾ ചോദിക്കും, സാർ എന്താ ഇവിടെ തീറ്റ എടുക്കാൻ കാരണം? വേണമെങ്കിൽ നമുക്ക് ഇവിടെ തീറ്റ എടുത്തൂടെ ചോദിക്കും. ഇവിടെ തീറ്റ എടുത്താൽ 9/15 ആണ് വരിക. 9/15 ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. 9/15 വരുമ്പോൾ 3/5 ആണ് വരിക. അങ്ങനെ ഓപ്ഷൻ എവിടെ ഇല്ല. 3/5 ഓപ്ഷനിൽ എവിടെ ഇല്ല. മനസ്സിലായോ? 5/3 തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആംഗിൾ എടുക്കാതെ ഇവിടെ ആംഗിൾ എടുത്തത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 5/3 ഉണ്ട്, ടാൻ ഇൻവേഴ്സ് 3/5 ഉണ്ടെങ്കിൽ ഏതാ കുത്തുക? അങ്ങനെ രണ്ടും വരില്ല, രണ്ടും ശരിയാ. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൽ നിന്ന് ഇത്ര ചെരിഞ്ഞാണ് റിസൾട്ടന്റ് ഇരിക്കുന്നത്, വൈയിൽ നിന്ന് ഇത്ര ചെരിഞ്ഞാണ് റിസൾട്ടന്റ് ഇരിക്കുന്നത്. അത് പറയുന്ന ഡയറക്ഷൻ എന്ന് പറയാ. ഒന്നുകിൽ ഇത് പറയാ, അല്ലെങ്കിൽ ഇത് പറയാ, രണ്ടും പറയില്ല. പിന്നെ ഈ ടാൻ തീറ്റ 5/3 കിട്ടിയാൽ തീറ്റ ടാൻ ഇൻവേഴ്സ് 5/3 ആണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ് പഠിക്കുക. ഒന്നുമില്ല, തീറ്റയോടെ നിർത്തുക, ടാൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എന്നാണ് വായിക്കുക. ടാൻ റൈസ് ടു -1 എഴുതി എന്താ വായിക്കുക? ടാൻ ഇൻവേഴ്സ് എന്നാണ് വായിക്കുക. ടാൻ ഇൻവേഴ്സ് 5/3, ടാൻ ഇൻവേഴ്സ് 5/3. അതിവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതാ ടാൻ ഇൻവേഴ്സ് 5/3. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. എന്താ ചോദ്യം അല്ലെ? പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി പോകും. അതായത് ഡിറക്ഷൻ എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പൊ ക്ലാസ്സിൽ നിങ്ങൾ ഡിറക്ഷൻ മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടാണ്. അതെങ്ങനെയാണ് ഒരു ചോദ്യത്തിൽ വരുമ്പോ ആ ഫൗണ്ടേഷൻ ആണ്, ഫണ്ടമെന്റൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ? റെഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ ഹാവിംഗ് സ്മാളർ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ 2 വെക്ടർ ഉണ്ട്. ഒരു വെക്ടർ എ എന്ന് വിചാരിച്ചോ, അടുത്ത വെക്ടർ ബി എന്ന് വിചാരിച്ചോ. ഇതാണ് വെക്ടർ ബി. അപ്പം സ്മോളർ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ചെറിയ ആളാണ് ഇത്ര എ എന്ന് വിചാരിച്ചോ. റിസൾട്ടന്റ് ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മൾ ഫിഗർ ഇങ്ങനെ അങ്ങ് വരക്കണം. കണ്ടോ, റിസൾട്ടന്റ് ആണ് ഈ വരച്ചത്, അത് ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇതാണ് തന്നത്. അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അതിവിടെ ആവശ്യമുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആൽഫ ആണ് 90. എന്താ ആൽഫ? റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ലോ ഓഫ് കൊസൈൻ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു. റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ. ബട്ട് ആൽഫയാണ് 90. If the magnitude of resultant and smaller vector are 4 unit and 3 unit respectively. Resultant 4 ആണ് and smaller എന്ന് പറയുന്ന a 3 ആണ്. Find another vector and angle between 2 vectors. കൊള്ളാലോ. ഈ ഫിഗർ ഞാൻ ഒന്നുകൂടി വലുതാക്കി വരക്കട്ടോ. ഇതാണ് നമ്മുടെ വെക്ടർ എ, ഇതാണ് നമ്മുടെ വെക്ടർ ബി.
അതെന്താ സാറിനോട് ആരാ ഇങ്ങോട്ടാന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ വെക്ടർ ബി ഇവിടെ വരച്ചു, അപ്പൊ എനിക്ക് എന്താ ഉത്തരം കിട്ടാത്ത ചോദിക്കും? ഉത്തരം കിട്ടൂല. കാരണം എയും ബിയും തമ്മിലുള്ള റിസൾട്ടന്റ് എക്ക് പെർപെൻഡിക്കുലർ വരണം. അപ്പൊ റിസൾട്ടന്റ് ഇവിടെ വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇവിടെ ബി വരച്ചാൽ റിസൾട്ടന്റ് ഇതിന്റെ ഉള്ളിലല്ലേ വരൂ. അപ്പൊ ബി ഒന്ന് ചെരിച്ച് ഇങ്ങോട്ട് വരക്കണം, എന്നാലേ ആ റിസൾട്ടന്റ് ചങ്ങാതി ശരിയാവൂ. റിസൾട്ടന്റ് ചങ്ങാതി ശരിയാവൂ. മനസ്സിലായോ? റിസൾട്ടന്റ് ചങ്ങാതി ശരിയാവൂ. ഇതാരാ? നമ്മുടെ ബി. ഇതാരാ? നമ്മുടെ എ. ഇതാരാ? നമ്മുടെ റിസൾട്ടന്റ്. ഇവിടെ നമുക്കൊരു പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്യാലോ വേണമെങ്കിൽ അല്ലേ? ഏത് രണ്ട് വെക്ടേഴ്സിനെ വെച്ചും പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. അപ്പം പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് റിസൾട്ടന്റ്. കറക്റ്റാ? പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ആണ് ക്വസ്റ്റ്യനിൽ 4 എന്ന് തന്നത്. ഈ എ ആണ് ക്വസ്റ്റ്യനിൽ 3 എന്ന് തന്നത്. എന്താ അവർക്ക് ബി എന്താണെന്നാണ് അറിയേണ്ടത്. അവർക്ക് ബി എന്താണെന്നാണ് അറിയേണ്ടത്. അതുപോലെ ആംഗിൾ ആണ് അറിയേണ്ടത്. എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് അറിയേണ്ടത്. ചേട്ടെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനാണ് ഈ ചോദ്യം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വായിച്ച് ഈ ഫിഗർ വരക്കാൻ പറ്റണം. അതാണ് കോൺസെപ്റ്റ്, അതാണ് ഫണ്ടമെന്റൽ, അതാണ് ബേസ് അല്ലേ? അതായത് ഇത് 3, ഇത് 4. മക്കളെ, ഹൈപ്പോട്ടനീസ് അല്ലേ ചോദിക്കണത്? ഹൈപ്പോട്ടനീസ് 5 ആണെന്ന് അറിയാത്ത ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. ആ 5 തന്നെ അല്ലേ ബി? കാരണം പാരലോഗ്രാം പ്രകാരം ഇത് ബി ആണെങ്കിൽ ഇത് ബി ആ. അപ്പൊ ഇത് 5 ആണെങ്കിൽ ഇതും 5 ആ. അതെങ്ങനെ 5 കിട്ടി? √3² + 4². ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5² എന്ന് പറയുന്നത് 4² + 3². ഓ, ഇത് നമുക്ക് അറിയില്ലല്ലോ അല്ലെ? അതായത് 4² + 3² ആരാണ്? ഇതാണ് ചോദ്യം. അപ്പൊ ആൻസർ പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ അല്ലെ? ഹൈപ്പോട്ടനസിന്റെ പേരെടുത്ത് ഞങ്ങള് OA എന്ന് എടുത്തു. അപ്പൊ OAന്റെ സ്ക്വയർ 4² + 3² ആ എന്ന് പറഞ്ഞാ പിന്നെ 25 ആ എന്ന് പറഞ്ഞാ OA എന്ന് പറയുന്നത് 5 ആ. പൈതഗോറസ് തിയറം. അപ്പൊ ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഇത് 5 ആ. അപ്പം B5 ആ. ഓക്കെ, B5 കിട്ടി. ഇനി വേണ്ട എന്താ അറിയോ? ഈ ആംഗിളാ വേണ്ടത്. ആ ആംഗിൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നതാ. കാരണം ഈ ആംഗിൾ 90 ആ നമുക്ക് അറിയാലോ. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണോ നമുക്ക് വേണ്ടത്? ഇതാണ് എ, ഇതാണ് ബി. അവർക്കിടയിലുള്ള ആംഗിൾ ആണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. കാരണം ഈ ആംഗിൾ 90 ആണെന്ന് നമുക്ക് അറിയാം. ആ ആംഗിൾ കിട്ടാനുള്ള വഴി എന്താണെന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് 3 ആണെങ്കിൽ ഇതും 3 ആണല്ലോ. ഈ രണ്ട് സൈഡും 3 ആണല്ലോ പാരലോഗ്രാം. അപ്പൊ ഇത് 3 നോക്ക്, ഇത് 3, ഇത് 3. ഇതാരാ? ഇത് 5. ഇത് 5 കിട്ടിയോണ്ട് ഇതും 5 ആ. അപ്പൊ ഞാൻ ഇവിടെ ഈ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യണത് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ 3/5 എന്ന് കിട്ടും. മനസ്സിലായോ? സൈൻ തീറ്റ 3/5 എന്ന് കിട്ടും. എന്താ? ഈ ആംഗിളിന്റെ സൈന് കാണുമ്പോ അഥവാ തീറ്റ കാണുമ്പോ തീറ്റ അല്ലേ? സൈൻ തീറ്റ എന്ന് പറയുന്നത് 3 / ഹൈപ്പോട്ടനസ് ആണ് 5. ഏതാണ് സൈൻ തീറ്റ 3/5? അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ഒരു ട്രയാങ്കിൾ ട്രിഗണോമെട്രി പഠിക്കാണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. 37, 53 ട്രയാങ്കിൾ ആണത്. 37ന്റെ ഓപ്പോസിറ്റ് 3, 53ന്റെ ഓപ്പോസിറ്റ് 4, ഹൈപ്പോട്ടനസ് 5. ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും സൈൻ 37 എന്ന് പറയുന്നതാണ് 3/5. ഓപ്പോസിറ്റ് ഇതാണ് 37. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ സൈൻ 37 ആണ് 3/5. മക്കളെ, സൈൻ 37 3/5 ആണെങ്കിൽ സൈൻ തീറ്റ 3/5 കിട്ടണമെങ്കിൽ തീറ്റ ആരാ? 37. അപ്പൊ തീറ്റ 37 ആണെന്ന് മനസ്സിലായി. സോ എനിക്ക് ചോദിച്ചത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അത് 37 അല്ല, അത് 37 + 90 ആ. എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും കൂട്ടണം. കാരണം ഇതാണ് ബി, ഇതാണ് എ, അത് മൊത്തം കൂട്ടണം. 37 + 90 പറഞ്ഞാൽ 127 ആണ് കിട്ടുക. 127 ഡിഗ്രി. അപ്പൊ എന്റെ ചോദ്യം അതല്ലേ? പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സിമ്പിൾ ആണ്, രണ്ട് വെക്ടർ ഉണ്ട്, പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ ഇതൊക്കെ വരച്ചെടുത്ത് ഞാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വെക്ടർ ബി കണ്ടു. ഇനി വെക്ടർ ബി കണ്ടാൽ രക്ഷല്ല. ആ വെക്ടർ ബി ഉപയോഗിച്ച് അത് 5 ആണെങ്കിൽ ഇത് 5, അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇത് 3. അപ്പൊ ഈ ആംഗിൾ എനിക്ക് വേണം. അവിടെ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ആംഗിൾ 37 ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തത്. എന്ത് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്, എന്ത് അടിപൊളി ചോദ്യമാണ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് എ ബി സി, എയും ബിയും സിയും ഉണ്ട്, അത് 4ഉം 3ഉം 5ഉം ആണ്. അത്ര 3 വെക്ടർ. അതിൽ എയും ബിയും കൂട്ടിയാലാ സി കിട്ടുവാന്ന്. ഓ, എയും ബിയും കൂട്ടിയാൽ സി കിട്ടുവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വരക്കാൻ പറ്റണം. എങ്ങനെ? ഇവനാണ് നമ്മുടെ എ,
ഇതായിരിക്കും ബി. ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്ന ആളാണ് സി. അപ്പൊ സി ഓപ്പോസിറ്റ് ഓർഡറിൽ അങ്ങോട്ട്. മനസ്സിലായോ? അതെന്നുണ്ടെങ്കിൽ സാർ ഇങ്ങനെ വരച്ചത് ഇവിടെ 90 ആണെന്ന് സാറിനോട് ആരാ പറഞ്ഞതെന്നൊക്കെ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അതായത് 4ഉം 3ഉം 5ഉം വരണമെങ്കിൽ 4ഉം 3ഉം 5ഉം വരണമെങ്കിൽ ഇയാള് 4, ഇയാള് 5, സോറി എ ആരാ 4, ബി ആരാ 3, റിസൾട്ടന്റ് ആരാ 5. അപ്പം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളേ പറ്റുള്ളൂ. 4ഉം 3ഉം √4² + 3² ആണ് 5². √4² + 3² ആണ് 5². അതായത് ജനറൽ ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, പൈതഗോറസിന്റെ ട്രയാങ്കിൾസ് ഏതൊക്കെ? 3, 4, 5 ഉണ്ട്. വേറെ എവിടെ അതാ നോക്കിക്കേ, 3, 4, 5. ഇതിന്റെ ഡബിൾ എടുത്താൽ മതി, 8, 6, 10. അതേപോലെ 5, 13, 12. ഇതും 5² 12² ചെയ്താൽ 13² ആയിട്ടാ പൈതഗോറസ് തിയറം. 8² 15² ചെയ്താൽ 17² ആണ് കിട്ടാ. മനസ്സിലായോ? അങ്ങനെ പൈതഗോറിയൻ ആളുകളാണ് വരുന്നതെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളെ വരക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് അറിയേണ്ടത് എന്താ? എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഒന്ന് നോക്കണ്ട, 90 ഡിഗ്രി ഉണ്ടോ? ഈ എനോട് ബി ഇങ്ങനെ വന്നാൽ തന്നെ ഈ വാല്യൂ 4ഉം ഈ വാല്യൂ 3ഉം ആണെങ്കിൽ ഈ വാല്യൂ 5 കിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ ലോജിക്കുകളാണല്ലേ. ഇതേ ചോദ്യം 4, 3, 5 വെച്ചല്ലാതെ 8, 6, 10 വെച്ച് ചോദിക്കാം, 8, 15, 17 വെച്ച് ചോദിക്കാം, 5, 12, 13 വെച്ച് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പൈതഗോറസ് റൂൾ വർക്ക് ഓൺ ഓൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. അപ്പോൾ ഇവര് നമ്മളോട് ചോദിക്കാണ് എയും ബിയും തമ്മിൽ എത്ര ആംഗിൾ എന്ന്. കണ്ണും പൂട്ടി പറയാം, എയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. എന്നാലേ എ 4ഉം ബി 3ഉം ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് 5 കിട്ടൂ. ക്ലിയർ ആണോ? നല്ല രസമുള്ളൊരു ചോദ്യം അല്ലേ. ഇനി അതേപോലത്തെ വേറെ കുറേ ചോദ്യങ്ങളുണ്ട്. ഞാനിത് നിങ്ങൾക്ക് ഹോംവർക്കിനായിട്ട് ഇട്ട് തരാണ്. ഞാൻ തരുന്ന രണ്ടാമത്തെ ഹോംവർക്ക്. അപ്പോൾ ഫസ്റ്റ് തന്ന ഹോംവർക്ക് 1 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഇത് ഹോംവർക്ക് 2 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടു എന്നുള്ളൊരു തെളിവിന് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തോളണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഞാനിപ്പോൾ സമയം നോക്കിയപ്പോഴാണ് വെക്ടറിന്റെ ചോദ്യം മാത്രം റെക്കോർഡ് ചെയ്തു 1 അവർ ആവാനായി. അപ്പോൾ വെക്ടർ മാത്രം 2 പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൽ തന്നെ വെക്ടറിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് വെക്ടർ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. അടുത്തതിൽ പിന്നെ കുറച്ചും കൂടി രസകരമായിട്ടുള്ള നല്ല ലെവൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടി ഉണ്ടാവും. അതും വെക്ടറിന്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ മോഷനെ പ്ലെയിനിൽ മാത്രം, വെക്ടറിൽ മാത്രം 3 വീഡിയോ ഉണ്ട്. പിന്നെ പ്രൊജക്ടൈൽ മോഷൻ, അതുപോലെ ഓരോന്ന് ഇങ്ങനെ വന്നാളും. റെഡി അല്ലേ? ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് ടൈം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു 1 അവറിനുള്ളിൽ ഓരോ വീഡിയോ കാർഡുകൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദ റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ് 1 ഡബിൾ ദ അതർ ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഒരാൾ ഫോഴ്സ് എ ആണെങ്കിൽ, ഒരാളുടെ വാല്യൂ എ ആണെങ്കിൽ മറ്റേ ആളുടെ 1 ഡബിൾ ദ അതർ. അപ്പോൾ ഒരാൾ എ ആണെങ്കിൽ മറ്റേ ആൾ 2a. ഈസ് പെർപെൻഡിക്കുലർ ടു ദ സ്മാളർ ഓഫ് ദ 2 ഫോഴ്സസ്. നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഇത് എ എന്ന് പറഞ്ഞ നമ്മുടെ വെക്ടർ ആണ്. വേറൊരു വെക്ടർ ഉണ്ട്, അത് ഇയാളുടെ ഡബിൾ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് 2a ആയിരിക്കും. റിസൾട്ടന്റ് സ്മോളർ 1ന് പെർപെൻഡിക്കുലർ ആണ്. എപ്പോഴും അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. വേഗം പാരലോഗ്രാം ഉണ്ടാക്കുക. മനസ്സിലായോ? വേഗം പാരലോഗ്രാം ഉണ്ടാക്കുക. എന്താ പാരലോഗ്രാം റെഡി. അപ്പൊ എ പറഞ്ഞ വെക്ടർ, ആ വെക്ടറിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റിസൾട്ടന്റ് 2a പറഞ്ഞ വേറെ വെക്ടർ. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഈ ആംഗിൾ 90 നമുക്കറിയാം. ഈ ആംഗിൾ ആണ് അവർ ചോദിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടി ഈ ആംഗിൾ കണ്ടാൽ മതി അല്ലേ? ഈ ആംഗിൾ കണ്ടാൽ മതി. അപ്പൊ എനിക്കിതാ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കണം. എന്താ അപ്പൊ ഇനി ചെയ്യുക? സിമ്പിൾ. ഇത് എ ആണല്ലോ, അപ്പൊ ഇതും എ ആണ്, ഇയാള് എ ആണ് അല്ലേ? നേരെ മേലെ കൊണ്ടുവന്നു ഇത് എ. അപ്പൊ ഈ തീറ്റ ആരാ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ, അഡ്ജസന്റ് സൈഡ് 2a. എന്താ സാർ കുന്തം വരക്കാത്തതെന്ന് ചോദിക്കരുത്. കുന്തം വരക്കാത്തത് ട്രിഗണോമെട്രി ചെയ്യുമ്പോൾ ലെങ്ത് മാത്രം മതി. ലെങ്ത് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാ. അപ്പൊ എയും വെട്ടിപ്പോയി. സൈൻ തീറ്റ 1/2 കിട്ടും. സൈൻ തീറ്റക്ക് 30യിലാണ് 1/2. ദൈവം സഹായിച്ച് 30 വരെ ആൻസർ ഇല്ല കേട്ടോ. പക്ഷെ ആൾക്കാർ അത് കുത്തും. 30 ഉണ്ടെങ്കിൽ കുത്തും, പക്ഷെ 30 തന്നിട്ടില്ല. അത് നന്നായി. കാരണം 30 അല്ല ആൻസർ. 30യും 90യും കൂട്ടുമ്പോഴാണ് ഇത് ടോട്ടൽ കിട്ടുക. ഇയാളും 2aയും തമ്മിലുള്ള ആംഗിളാ ചോദിച്ചത്. വെക്ടേഴ്സുകൾക്കിടയിലുള്ള ആംഗിളാ ചോദിച്ചത്. സോ അവർ ആൻസർ ഈസ് 30 + 90.
ദാറ്റ് ഈസ് 120. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. കൊള്ളാലേ? ഭയങ്കര ഫിഗർ വരച്ച് മാത്രം സോൾവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോബ്ലംസ്, നല്ല രസമുള്ള പ്രോബ്ലംസ്. ഇതൊക്കെ ഒരു ചോദ്യം കൂടിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത് നമുക്ക് ഈ വീഡിയോ കാർഡ് അവസാനിപ്പിക്കാം. 2 വെക്ടേഴ്സ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് 4ഉം 6ഉം ആണ്. ആക്ടിങ് ത്രൂ എ പോയിന്റ്. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ആർ ഈസ്, എന്നിട്ട് ആൻസർ എന്താ? ഒരു വാല്യൂ അല്ല, ചില ലിമിറ്റുകൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, 2 വെക്ടറുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ 2 വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സമ്മാണ്. മിനിമം റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ വെക്ടറിന്റെ സബ്ട്രാക്ഷൻ ആണ്, മാഗ്നിറ്റ്യൂഡിന്റെ സബ്ട്രാക്ഷൻ ആണ്. കാരണം എന്താ? നമുക്ക് ഓർമ്മ ഉണ്ടാവും, ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 0. അവർ തമ്മിലുള്ള ആംഗിൾ 0 വരുമ്പോഴാണ് ഇത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വരിക, അതിന്റെ റൂട്ട് വരിക, റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയിട്ട് ആൻസർ എ പ്ലസ് ബി വരും. ഇതാണ് മാക്സിമം. അഥവാ തീറ്റ 0 ആകുമ്പോഴാണ് മാക്സിമം. മനസ്സിലായോ? തീറ്റ 0 വരുമ്പോഴാണ് മാക്സിമം. സിമ്പിൾ അല്ലേ? തീറ്റ 0 വരുമ്പോഴാണ് മാക്സിമം. ഇനി എപ്പോഴാണ് മിനിമം? മിനിമം എപ്പോഴാണ് വരിക? മിനിമം തീറ്റ 180 വരുമ്പോഴാണ്. അപ്പോഴാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180 വരിക. കോസ് 180 -1 ആണ്. അപ്പം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab വരും. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയറിന്റെ റൂട്ട് വരും, സ്ക്വയർ റൂട്ട് വെട്ടി പോകും, അങ്ങനെ എ മൈനസ് ബി വരും. ഇതൊക്കെ തിയറി പഠിക്കേണ്ടതാ, നമ്മുടെ സീരീസിൽ തിയറി അല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക. എ പ്ലസ് ബി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് മാക്സിമം, എ മൈനസ് ബി ആണ് മിനിമം. ബാക്കി എല്ലാ ആംഗിളും ഇതിന്റെ ഇടയിലാണ് വരിക. മനസ്സിലായോ? ബാക്കി എല്ലാ ആംഗിളും ഇതിന്റെ ഇടയിലാണ് വരിക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, 6ഉം 4ഉം മാഗ്നിറ്റ്യൂഡ് ഓഫ് 4 and 6 അല്ലെ, അതിന്റെ മാക്സിമം വാല്യൂ 10 ആയിരിക്കും. ആർക്കും സംശയമില്ലല്ലോ? 6ഉം 4ഉം കൂട്ടുന്നതായിരിക്കും. മിനിമം വാല്യൂ 2 ആയിരിക്കും. 6ന്ന് 4 കുറക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം വാല്യൂ 10, മിനിമം വാല്യൂ 2. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 10നേക്കാൾ ചെറുതാവണം, 2നേക്കാൾ വലുതാവണം, ഈക്വലും ആവാം. അപ്പൊ ആൻസർ 2 ഗ്രേറ്റർ ദാൻ, അറിയോ? തിരിച്ചല്ലേ? ആരോ ഈ മാർക്ക് ചെയ്തത് മാറിപ്പോയി. 2നേക്കാൾ വലുതോ ഈക്വലോ ആവണം, 10നേക്കാൾ ചെറുതോ ഈക്വലോ ആവണം. അപ്പൊ 10 വരെ വരാം, മാക്സിമം 10 ആവാം. മനസ്സിലായോ? അയ്യോ, കട്ടായി പോയി. അതായത് ഇത് ഓഫായി പോയത് എയർ സെർവർ. പക്ഷെ ഞാൻ ഈ വീഡിയോ കാർഡ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചാർജ് കഴിഞ്ഞതുകൊണ്ടാണ് ഓഫായത്. അപ്പം ക്ലിയർ ആണ് കാര്യം. നമ്മൾ 1 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്ത് ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടേഴ്സ് പഠിക്കായിരുന്നു. ഇനി ഇതിലും കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാർഡ് വെക്ടറിന്റെ തന്നെ വരുന്നുണ്ടാവും. ഇതിനേക്കാൾ കുറച്ച് കട്ടിയായിരിക്കും ചോദ്യങ്ങൾ. എന്നിട്ട് വെക്ടറിന്റെ പാർട്ടിൽ വേറെ ഒരു വീഡിയോ കാർഡ് വരുന്നുണ്ടാവും. അത് വേറെ ഒരു ടോപ്പിക്കാണ്, ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ അത് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഞാനത് വായിച്ച് മോട്ടർ ആയിക്കോളാം. അങ്ങനെ അടുത്തടുത്ത വീഡിയോസ് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ സീരീസിന്റെ പേര് നിങ്ങൾ മറക്കണ്ട, ബിയോണ്ട് ദ ലെക്ചേഴ്സ്. ക്ലാസ് റൂമിൽ നിങ്ങൾ കേട്ടതിൻ്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ, അത് നമ്മളെ ഫൗണ്ടേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ +2 കഴിഞ്ഞ് വേറെ സയൻസ് മേഖലയിൽ എന്തിനു പോവുകയാണെങ്കിലും അതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബോർഡ് എക്സാമിനും നിങ്ങളെ ഈ സീരീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ കാണാം, ബൈ.